നമസ്കാരം. പ്രമേഹവും ഭക്ഷണ രീതികളും ഒത്തിരി ആൾക്കാർക്ക് സംശയമുള്ളതും പലർക്കും മനസ്സിലാവാത്തതും നമുക്ക് ഇതുവരെയും അതിനെക്കുറിച്ചൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടാത്തതുമായുള്ള സബ്ജക്റ്റാണ് ഭക്ഷണവും ഡയബറ്റീസും. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം ഡോക്ടർ രാകേഷിന്. ആധുനിക വൈദ്യശാസ്ത്രം അതിൻ്റെ ഏറ്റവും വലിയ വളർച്ചയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അപ്പം അതേപോലെ നമ്മൾ മോഡേൺ മെഡിസിൻ്റെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വന്നിട്ടുള്ള ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ന്യൂട്രീഷണൽ മെഡിസിനെ മോഡേൺ മെഡിസിൻ്റെ ആൾക്കാർ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലേക്കുള്ളൊരു മാറ്റം നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ നമ്പർ കൂടി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇതിനെ ചികിത്സിക്കാൻ മരുന്നുകൾ മാത്രം പോരാ, ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ജീവിതശൈലിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണ രീതികളാണ്, അവരുടെ ജീവിതത്തിൽ നടക്കുന്ന മൂവ്മെൻറ്റ്, എക്സസൈസ്, അവരുടെ ഉറക്കം, അവരുടെ സ്ട്രെസ് ലെവൽ, ഇതെല്ലാമാണ്. അപ്പോൾ ഭക്ഷണ രീതികൾ, ഭക്ഷണത്തിൻ്റെ അളവ്, ഭക്ഷണത്തിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഏറ്റവും ഒരു പ്രാധാന്യമുള്ള ഒരു ഡെക്കേഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1990 തൊട്ടിട്ട് നമുക്കിപ്പോൾ ഏകദേശം അറിയാം നമ്മുടെ ഒരു എക്കണോമിക് ഗ്രോത്തിനനുസരിച്ച് മാറിയിട്ടുള്ള ഭക്ഷണ രീതികൾ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും സംശയമില്ല. പക്ഷേ എന്തൊക്കെ രീതിയിൽ ഇതിനെ ബാധിക്കുന്നു, എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഇന്നും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പുകൾ കിട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ന്യൂട്രീഷനിസ്റ്റുകളാണ്, ഡോക്ടേഴ്സാണ്, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ മാനേജ് ചെയ്യുന്ന കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും, ഇവരുടെ അടുത്തു നിന്നൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണത്തിനെ വിലയിരുത്തേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചു വരികയാണ്. ഇപ്പോൾ ഡയബറ്റീസിൽ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിതിനു മുമ്പ് നേരെ സംസാരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇന്നത്തെ സബ്ജക്റ്റിൻ്റെ പ്രാധാന്യത്തിന് വേണ്ടി, ഇന്നത്തെ സബ്ജക്റ്റിൻ്റെ ബേസിന് വേണ്ടി ഒന്നുകൂടി ഒന്ന് പറയാമോ? അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്, അതുവഴി എങ്ങനെയാണ് ഡയബറ്റിസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് അതെങ്ങനെയാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിൽ പോകാം. തീർച്ചയായിട്ടും ഏതൊരു ജീവിനെയും പോലെ, അതായത് മൃഗം, എനിമൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള സ്പീഷീസുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ആൾക്കാരാണ് മനുഷ്യർ. അപ്പോൾ മനുഷ്യർക്കും മറ്റ് ജീവികളെ പോലെ ഭക്ഷണം കഴിച്ചിട്ടാണ് ജീവൻ നിലനിർത്തുന്നത്. അപ്പോൾ കോശങ്ങളുടെ ലെവലിൽ ഗ്ലൂക്കോസാണ് കൂടുതൽ സ്ഥലത്തും, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ സ്ഥലത്ത് ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഗ്ലൂക്കോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എനർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റലി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മളുടെ വായിലൂടെ എടുത്ത് ആമാശയത്തിലെത്തി മറ്റു കുടൽ വ്യവസ്ഥകളിലൂടെ പോയി ആവശ്യമുള്ള ഘടകങ്ങൾ ശരീരം അബ്സോർബ് ചെയ്തിട്ട് കോശങ്ങളിലേക്ക് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥ എത്തിച്ച് അവിടെ ഊർജം ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ജീവൻ നിലനിർത്തുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റുകളുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, ദെൻ നമുക്ക് മറ്റ് മിനറൽസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസിനെ കുറിച്ചിട്ടും ആലോചിക്കാവുന്നതാണ്. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസിലെ മെജോറിറ്റി ആയിട്ട് നമ്മൾ കഴിക്കുന്നത് ഇന്നും, എസ്പെഷ്യലി കൾച്ചറൽ അല്ലെങ്കിൽ ദേശങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ പറയുമ്പോൾ, നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസ് ആണ്. അതിൽ തന്നെ നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആണ്. നമ്മുടെ പ്രിഡോമിനൻ്റ് ഭക്ഷണ രീതി എന്ന് പറയുന്നത് അന്നജം ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ അന്നജം, ഇതിനൊരു പ്രൊപ്പോർഷൻസ് ഉണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് ഇത്ര അന്നജം വേണം, ഇത്ര പ്രോട്ടീൻ വേണം, ഇത്ര ഫാറ്റ് വേണം. അപ്പോൾ എല്ലാ ന്യൂട്രിയൻസിനും അതിൻ്റേതായ റോളുണ്ട്. ഗ്ലൂക്കോസിന് മാത്രമല്ല, നമുക്ക് ഗ്ലൂക്കോസ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് പ്രോട്ടീൻസ് ആവശ്യമാണ്,
ഈവൻ കൊഴുപ്പും ആവശ്യമാണ്. നമ്മൾ കൊഴുപ്പ് ഒരു വില്ലനെ പോലെ കാണുന്ന കൊഴുപ്പും നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് കൃത്യമായി മാനേജ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഊർജത്തിൽ ഉപരിയായി ഉണ്ടാകുന്ന ഊർജത്തിനെ ശരീരം സൂക്ഷിക്കുന്നത് തൊട്ടിട്ടാണ് ഇത് പ്രമേഹത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് മെറ്റബോളിക് പ്രോബ്ലംസിലേക്കോ പോകുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത അത്രയും ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി വരുന്ന ഭക്ഷണത്തിൻ്റെ ബേസിലാണ് നമുക്ക് പ്രമേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പുകൾ തുടങ്ങുന്നത്. സോ നമുക്കൊരു ബാങ്കിങ് കൺസെപ്റ്റിലേക്ക് എടുക്കാം. അപ്പോൾ ബാങ്കിൽ എന്താണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പോലെ എടുക്കാം. നമുക്ക് ഊർജത്തിനെ കറൻസി പോലെയോ അല്ലെങ്കിൽ പണം പോലെയോ എടുക്കാം. അപ്പോൾ ഊർജത്തിൽ നമ്മൾ കൂടുതൽ വന്നാൽ അത് ഡെപ്പോസിറ്റഡ് ആയി മാറും. അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജി ബാലൻസിലാണ് പോകുന്നതെങ്കിൽ മാത്രമാണ് കടം എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളത്. അപ്പോൾ നമ്മുടെ എവല്യൂഷണറി ശരീരം, അതായത് പരിണാമത്തിൽ ശരീരത്തിന് എന്താണ്, ശരീരത്തിന് ഒരിക്കലും അറിയില്ല നമ്മളൊരു ഫുൾ അബൻഡൻസിലാണ് ഇനി ജീവിക്കാൻ പോകുന്നത്. ശരീരം ഇപ്പോഴും നമ്മൾ എന്താ പറയുക, കാലത്തെ മനുഷ്യൻ്റെ പോലെ തന്നെയാണ്. ശരീരത്തിന് കാര്യമായ വ്യത്യാസവും ഇല്ല. ബ്രെയിനിൻ്റെ ഫങ്ഷനിലും വലിയ വ്യത്യാസങ്ങളില്ല. കാരണം സർവൈവൽ തന്നെയാണ് ബ്രെയിൻ ഫങ്ഷനുള്ളത്. അപ്പോൾ എക്സ്ട്രാ ഊർജം ഉണ്ടാകുന്നത്, സ്റ്റോർ ചെയ്യുന്നത് ഒരു പരിണാമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അത് ഇന്ന് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് മാറുക. നമുക്ക് ഡയബറ്റീസിലോട്ട് വരാം. ടൈപ്പ് 2 ഡയബറ്റീസിൽ ആണ് യൂഷ്വലി നമ്മുടെ ഭക്ഷണക്രമം നമുക്ക് മോഡറേറ്റ് ചെയ്തിട്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. നമുക്ക് കംപ്ലീറ്റ് റിമിഷൻ സാധ്യമാണോ ഫുഡ് കൺട്രോളിലൂടെ തന്നെ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്, സാധാരണഗതിയിൽ എല്ലാവരും എന്നോട് ചോദിക്കാറ് റിവേഴ്സൽ പോസിബിൾ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഡേവിസ് ചോദിച്ചത് റെമിഷൻ പോസിബിൾ ആണ്. അപ്പോൾ വാക്കുകൾ തന്നെ വ്യത്യാസമുണ്ട്. റിവേഴ്സൽ ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു ദീർഘകാലം ഒരു തിരിച്ചുപോക്കാണ്. റെമിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കൺട്രോളിൽ പോയി നമ്മളൊരു ഡയബറ്റിസ് സ്റ്റാറ്റസിൽ നിന്ന് മാറി അതൊരു അസുഖാവസ്ഥയിലുള്ള കാര്യത്തിനെയാണ് നമ്മൾ പറയുക. മോഡേൺ മെഡിസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻസറിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് റെമിഷൻ. നമുക്ക് അസുഖാവസ്ഥ ഇല്ലാത്ത സമയം. അപ്പോൾ ഡയബറ്റീസിൽ റെമിഷൻ പോസിബിൾ ആണ്, റിവേഴ്സൽ പോസിബിൾ ആണ് എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. വീണ്ടും ഒരു വാക്കൊക്കെ ഡയബറ്റീസിൽ വന്നിട്ടുണ്ട്, റിവേഴ്സൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് റെമിഷൻ, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉള്ള അവസ്ഥയിൽ നിന്ന് ഒരു ഇല്ലാത്ത അവസ്ഥ, പാരാമീറ്റേഴ്സും ബാക്കി കാര്യങ്ങളും ഇത്ര കാലത്തോളം നോർമലാണ് എന്നുള്ള അവസ്ഥേനെയാണ് റെമിഷൻ എന്ന് പറയുന്നത്. റെമിഷൻ ഭക്ഷണം കൊണ്ട് മാത്രം പോസിബിൾ ആവുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ വയ്യ. പക്ഷേ ചില ഭക്ഷണ രീതികൾ റെമിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രൊപ്പോർഷൻ ഓഫ് ആ സ്റ്റഡീസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രൊപ്പോർഷൻ ഓഫ് പേഷ്യൻസ് കുറവാണ്. അപ്പോൾ റെമിഷൻ കുറച്ചുകൂടി കോംപ്രിഹെൻസീവായിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യാറ്. ഭക്ഷണക്രമം ഉണ്ടാവും, അതിനനുസരിച്ച് അവർക്ക് അവരുടെ എക്സസൈസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി, ബാക്കി ജീവിത ശൈലിയിലുള്ള കൺട്രോളുകളൊക്കെ കൊണ്ടുവന്നിട്ടാണ് റെമിഷൻ നമ്മൾ അറ്റൈൻ ചെയ്യാറ്. അപ്പോൾ റെമിഷൻ ഒരു കംപ്ലീറ്റ്ലി ഒരു ഡയറ്റ് പ്രോഗ്രാംസ് ആയിട്ട് സക്സസ് ഉണ്ടാവുന്നതിൻ്റെ റേറ്റ് കുറവാണ്, പോസിബിൾ അല്ല എന്നല്ല. ഡോക്ടർ, കുറച്ചുകൂടെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വേറൊരു കാര്യം ചോദിക്കാം. ഷുഗർ ഫ്രീ ഐറ്റംസ്, അതായത് വി ഹാവ് ഡയറ്റ് ഫിസി ഡ്രിങ്ക്സ്, സീറോ ഷുഗർ ഐറ്റംസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് ഗിമിക്കാണോ അതോ ഇസ് ഇറ്റ് ട്രൂ ദാറ്റ് ഇറ്റ് ഇസ് എ സീറോ ഷുഗർ തിങ്? വലിയൊരു മൂവ്മെൻ്റ് ആണത്. അതായത് നമ്മൾ ഷുഗർ ഫ്രീ, ഷുഗർ ബാൻ, ഷുഗർ ടാക്സ്, ഇതെല്ലാം ഈ ലോകത്ത് ഇന്ന് കേൾക്കുന്ന വാക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കാര്യമാണ് എന്ത്, ഷുഗർ ഫ്രീ ഡ്രിങ്കുകൾ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ഷുഗർ ഫ്രീ ഡ്രിങ്കുകൾ ഒരു ട്രാൻസിഷനാണ്. നമ്മുടെ പ്രോസ്പെറിറ്റിയും നമ്മുടെ എക്കണോമിക് ഗ്രോത്തും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ ടേസ്റ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്നു, നമ്മൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിലൊരു അഡിക്ഷനുണ്ട്. ഈ ലോകത്തെ ഏറ്റവും വലിയ അഡിക്ഷനുകളിൽ രണ്ടെണ്ണമാണ് ചായയും കാപ്പിയും, ഇതേപോലെയുള്ള ഈ കുറച്ചുകൂടി കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കുകൾ. അത് ഇതേപോലെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ആൾക്കാർക്ക്. അപ്പോൾ നമുക്കറിയാം നമ്മളല്ലാതെ തന്നെ ഒരുപാട് ഊർജം വയറ്റിലെത്തുന്നുണ്ട് അല്ലെങ്കിൽ ശരീരത്തിലെത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് ഫ്രീക്വൻ്റ് ആയിട്ട് ഷുഗർ കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഊർജം കൂടുകയാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുക, ഒരു ഡേ ടു ഡേ ലൈഫിൽ സാധാരണഗതിയിൽ
നമ്മൾ ഒരു എംപ്ലോയിയൊക്കെ എത്രയൊക്കെ ചായകൾ കുടിക്കുന്നുണ്ടാവും. ഇതേപോലെ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ആ ട്രാൻസിഷൻ വരുന്നത്. അപ്പോൾ ഒരിക്കലും ഡയറ്റ് കോക്കോ, ഡയറ്റ് പെപ്സിയോ അല്ലെങ്കിൽ ഷുഗർ ഫ്രീ കാര്യങ്ങളോ ഒരു മോശം കാര്യമല്ല. അത് നമ്മൾ ഒരു കൊട്ടേഷനിൽ തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, ഇത്തരം ടേസ്റ്റുകളോടും ഇത്തരം ഡ്രിങ്കുകളോടും നമുക്കൊരു അഡിക്ഷൻ ഉണ്ട്. അപ്പോൾ അഡിക്ഷൻ മാറ്റാൻ കഴിയാത്ത ആൾക്കാരാണ് ഈ ട്രാൻസിഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഷുഗർ ഉള്ള ഡ്രിങ്കുകൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് ഉള്ള ഡ്രിങ്കുകൾ കഴിക്കുന്നത് വളരെ മോശമാണ്. അതിൽ നിന്ന് ഒരു ട്രാൻസിഷനാണ് നമ്മുടെ മെറ്റബോളിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആലോചിക്കുമ്പോൾ ഒരു ട്രാൻസിഷനാണ് ഷുഗർ ഫ്രീ ഉള്ളത്. ഇതിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്ന ആ സ്വീറ്റ്നേഴ്സ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ചേഞ്ച് നല്ലതാണ്. ബേസിക്കലി ഈ ഷുഗർ ഫ്രീ ചേഞ്ച് നല്ലതാണ്. പല രാജ്യങ്ങളിലും നമ്മൾ ലേബൽ എടുത്ത് നോക്കുമ്പോൾ ഷുഗർ വാല്യൂസ്, ഗ്ലൂക്കോസ് വാല്യൂസ് ഹൈലൈറ്റ് ചെയ്യേണ്ട നിയമങ്ങൾ വന്നു. ഷുഗറിന് ടാക്സ് വന്നു. നമ്മൾ പല രീതിയിലും നമ്മൾ ടാക്സേഷൻ കേട്ടിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ പണ്ട് മാറുമറയ്ക്കാൻ വരെ ടാക്സ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിനനുസരിച്ച് ഇന്ന് ഷുഗർ ഒരു ഡേഞ്ചറസ് പ്രോബ്ലം ആയിട്ടാണ് വേൾഡ് കാണുന്നത്. ബിക്കോസ് ഏത് കാര്യങ്ങൾ എടുത്താലും നമ്മളിപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന സോസുകൾ, കെച്ചപ്സ്, പിന്നെ മയോ, മറ്റ് സ്പ്രെഡുകൾ, എല്ലാറ്റിനെയും ലേബൽ എടുത്ത് നോക്കുക. ഇതിൽ എത്രത്തോളം എനർജി അടങ്ങിയിട്ടുണ്ട്, എത്രത്തോളം ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അതിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിലെ ഹിഡൻ ഫാക്ട് മനസ്സിലാവും. റൈറ്റ്. ഡോക്ടർ, പലപ്പോഴും ഷുഗറുമായിട്ട് കമ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കും അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് വാക്കുകളുണ്ട്. അതിൽ മോസ്റ്റ് ഹേർഡ് അബൌട്ട് വേർഡ് ഈസ് ഗ്ലൈസമിക് ഇൻഡെക്സ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ഭക്ഷണം കൺസ്യൂം ചെയ്തു, ഇത് എത്ര സമയം കൊണ്ട് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്തിട്ട് നമ്മളുടെ ബ്ലഡിലേക്ക് എത്തി, ആ എക്സ്പോഷർ ടൈമാണ്. സോ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ഒരു ഏരിയ അണ്ടർ ദ കർവാണ്. നമ്മളൊരു കാര്യം കഴിച്ചു, എത്രത്തോളം ഗ്ലൂക്കോസ് റിലീസ് ചെയ്തു, എത്ര സമയത്തിൻ്റെ ഉള്ളിൽ റിലീസ് ചെയ്തു എന്നുള്ളതാണ് ഗ്ലൈസമിക് ഇൻഡെക്സ്. അപ്പോൾ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള കാര്യങ്ങൾ വളരെ ഫാസ്റ്ററായിട്ട് നമുക്ക് എന്തുണ്ടാക്കും, ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരും. അപ്പോൾ ഡയബറ്റീസിൽ എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മൾക്ക് ഗ്ലൂക്കോസ് മാനേജ് ചെയ്യാനുള്ളത്. അപ്പോൾ ഗ്ലൂക്കോസ് ഡിപ്പെൻഡൻ്റ് ആണ് ഇൻസുലിൻ്റെ റിലീസുകൾ കൂടുതൽ. നമ്മൾ പഴയ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ടാവും, പാൻക്രിയാസിൽ നിന്ന് 2 രീതിയിലാണ് ഇൻസുലിൻ റിലീസ് ചെയ്യുന്നത്. ഒന്ന് സ്ഥിരമായിട്ടുള്ള ഒരു റിലീസിങ് പാറ്റേൺ ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് ബേസൽ സെക്രീഷൻ. മറ്റത് ഗ്ലൂക്കോസ് ഡിപ്പെൻഡൻറ്റ് സെക്രീഷനാണ്. അപ്പോൾ ഹയർ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള അല്ലെങ്കിൽ ഫാസ്റ്ററായിട്ട് ഗ്ലൂക്കോസ് സ്പൈക്കുകൾ ബിൽഡ് ചെയ്യുന്നത് ടൈപ്പ് 2 ഡയബറ്റീസിൽ നല്ലതല്ല. അതായത് വളരെ പതിയെയും വളരെ ഫാസ്റ്റായിട്ടും ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ഗ്ലൈസമിക് ഇൻഡെക്സ്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ റൈസ് എടുത്തു, അരി എന്ന് പറഞ്ഞു. അപ്പോൾ അരിനെ പോളിഷ് ചെയ്യും തോറും നമുക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടും. അപ്പോൾ അവിടെ എന്താണ്, മറ്റത് ഫൈബർ കണ്ടന്റ് കൂടുതലാണ്, ബ്രാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്ലോലിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ എടുക്കാം, നമുക്കിപ്പോൾ അരിയായിട്ട് ഇങ്ങനെ ചെയ്തു, ഇതിനെ നമ്മൾ അരച്ചു, ഇഡ്ഡലി ആക്കി. സോ ഇഡ്ഡലി ഈസ് GI കൂടി, ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടി. സെയിം വേ ഹോൾ ഫ്രൂട്ട് കഴിക്കുക വിചാരിക്കുക, അപ്പോൾ അതിന് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. പക്ഷെ അത് ജ്യൂസ് ആക്കി, ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോയി. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അതൊരു ഭക്ഷണ പദാർത്ഥത്തിന് മാത്രമല്ല, അതിൻ്റെ ഏത് രീതിയിലാണ് പ്രസൻറ്റേഷൻ, എങ്ങനെയാണ് കുക്കിംഗ് സ്റ്റൈൽ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമുക്കൊരു പൊട്ടാറ്റോ നമ്മളൊരു കറിയിൽ വെച്ച് കഴിക്കുന്നതും ഫ്രഞ്ച് ഫ്രൈസും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസം എത്രത്തോളം ഫാസ്റ്റായിട്ട് നിങ്ങൾ ഗ്ലൂക്കോസ് നിങ്ങളുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ഗ്ലൈസമിക് ഇൻഡെക്സ്. ഇത് എന്തിനാണ് വാല്യൂ ഉള്ളത്? പ്രമേഹത്തിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇത്ര ഹൈപ്പർ ഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ കൂടിയ അവസ്ഥ ഉണ്ടാക്കിയാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ അവിടെ ഒരു പാൻക്രിയാറ്റിക് എഫിഷ്യൻസി ഇല്ല ടൈപ്പ് 2. അവിടെയാണ് നമുക്ക് കൂടുതൽ സമയം
നമ്മുടെ ഷുഗർ വാല്യൂസ് എത്രയാണോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ലിമിറ്റ് അതിന് മുകളിലേക്ക് ഫാസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയർ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമ്മൾ മുകളിലായിരിക്കും. ഡോക്ടർ, ഇതൊക്കെ ഇരിക്കെ മധുരം തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇപ്പം എനിക്ക് മധുരം തീരെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചായ കുടിക്കുകയോ കാപ്പി കുടിക്കുകയോ ചെയ്യുമ്പം പഞ്ചസാര ഇടില്ല, പക്ഷേ അതിന് പകരം ചിലപ്പം ശർക്കര ഇടാം, ജാഗര ഇടാം. ചിലതിൻ്റെ അടുത്ത് നാരങ്ങ വെള്ളമാണെങ്കിൽ ഹണി ഒഴിക്കാം. അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഇടാം, സ്റ്റീവിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്തോരം ഗുണമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം? സോ ബേസിക്കലി ക്വസ്റ്റ്യനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് നിങ്ങൾ പഞ്ചസാരയെ ഒഴിവാക്കി വേറൊരു സ്വീറ്റ്നറിനെ യൂസ് ചെയ്തു. അത് ഗ്ലൂക്കോസ് തരുന്ന സ്വീറ്റ്നേഴ്സ് ആയിരിക്കാം. ഇപ്പോൾ പറഞ്ഞു, നമ്മൾ എന്ത് പറഞ്ഞു, ശർക്കര എന്ന് പറഞ്ഞു, ഹണി എന്ന് പറഞ്ഞു. ഡെഫിനറ്റ്ലി ഇതിലെല്ലാം ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പോൾ കാര്യമായ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അടുത്ത കാറ്റഗറി എന്താണ്? ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. വിച്ച് എന്ത് തരുന്നില്ല, ഗ്ലൂക്കോസ് തരാത്ത സ്വീറ്റ്നേഴ്സ് ഉണ്ട്, തരുന്ന സ്വീറ്റ്നേഴ്സും ഉണ്ട്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്റ്റെവിയ എടുക്കാം, എല്ലാവരും കോമൺലി കേൾക്കുന്ന ഒരു കാര്യമാണ്. അതൊരു ഒരു എന്താ പറയുക, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, സക്കാരിനൊക്കെ പോലെയുള്ള ഒരു ഇതാണ്. പക്ഷേ സ്റ്റെവിയ കുറച്ചുകൂടി ഹെൽത്തി ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കുറച്ചുകൂടി എവിഡൻസുകളുണ്ട്. ഇപ്പോൾ ഒരു മെറ്റാ അനാലിസിസുകളോ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഒക്കെ എടുത്ത കാര്യമായ ഉപദ്രവങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ള കൺസെൻസസ് ഉള്ളത്. പക്ഷേ ഇറ്റ് ആൾസോ ഡിപ്പെൻഡിങ് ഓൺ ദ ഡോസ്, എത്ര നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഒരു 4 to 5 gram ഒക്കെയാണ് അതിൽ നിന്നുള്ള കോമ്പൗണ്ടിനെ നമുക്ക് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പഠനങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം മറ്റ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉണ്ട്. ഇപ്പോൾ സംതിങ് ലൈക്ക് നമുക്ക് മൾട്ടോഡെക്സ്ട്രീൻ, അങ്ങനത്തെ കുറേ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉണ്ട്. കോഷനിലോട് കൂടി മാത്രമേയാണ് ഇതിനെ കൺസ്യൂം ചെയ്യേണ്ടതെന്നാണ് സയൻറ്റിഫിക് ഫ്രട്ടേണിറ്റി പറയുന്നത്, അല്ലെങ്കിൽ ശാസ്ത്ര സമൂഹം പറയുന്നത്. അപ്പോൾ സ്റ്റെവിയൊക്കെ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. വലിയ രീതിയിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഒന്നും കൂട്ടുന്നില്ല. നമുക്ക് ഗ്ലൂക്കോസ് മാനേജ്മെൻറ്റിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഒരു പരിധി വരെ ആൾക്കാരെ അത് ഹാപ്പി ആയിട്ട് നിലനിർത്തുന്നുമുണ്ട്. നമുക്ക് വൈൽ വി ഹാവ് സെഡ് സോ മച്ച് അബൌട്ട് എന്താണ് കഴിക്കേണ്ടത്, എന്താണ് കഴിക്കേണ്ടാത്തത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക്, ക്യാൻ വി കൺക്ലൂഡ്, നമുക്ക് ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യന് എന്തൊക്കെ കോഷനാണ് എടുക്കേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് കൺട്രോളിൽ വെക്കേണ്ടത്, എന്തൊക്കെയാണ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? കുറച്ച് മുമ്പ് ഡോക്ടർ പറഞ്ഞു നമ്മുടെ കാർബ് കുറയ്ക്കാം, ഗ്ലൂക്കോസ് കുറയ്ക്കാം, ഇന്ന ടൈപ്പ് ഓഫ് ഭക്ഷണങ്ങളുടെ അമൗണ്ട് കൂട്ടാം. ഒന്ന് കൺസൈസ് ആയിട്ട് പറയാൻ പറ്റും, ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ എന്തൊക്കെ കഴിക്കാം, കഴിച്ചുകൂടാ, സ്ട്രിക്റ്റ് നോസ്, സ്ട്രിക്റ്റ് യെസ്, വാട്ട് ഈസ് മോഡറേഷൻ എന്നുള്ള കാര്യം എന്ന് പറയാം. സയൻസ് അങ്ങനെ എല്ലാറ്റിനെയും നോ എന്ന് പറയുന്ന രീതിയിലല്ല എടുക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഭക്ഷണ രീതികൾ എടുക്കുക, ഡയറ്റുകൾ എടുത്താൽ നമ്മൾ ഏത് മാക്രോ ന്യൂട്രിയൻ്റ് പ്രിഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഭക്ഷണ രീതിയാണ് ആ ഏരിയയിലുള്ളത്, അതനുസരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഡയറ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കുന്ന കാര്യം, ഈ വ്യക്തിക്ക് എത്രത്തോളം ഊർജം വേണം, എത്രത്തോളം ഭക്ഷണം കുറയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഒരു മിനിമം ഊർജം എത്രയാണ് ആവശ്യമുള്ളത് എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. എന്നിട്ട് ഇതിനെ പ്രൊപ്പോർഷൻസ് മനസ്സിലാക്കും. എത്ര കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാനൊന്നും പറ്റില്ല, അങ്ങനത്തെ ഒന്നും ചിന്തകൾ ഉണ്ടാവരുത്. കീറ്റോ ഡയറ്റൊക്കെ ഉണ്ട് കേട്ടോ, അത് നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഒക്കെ വളരെ കുറച്ച് ഉള്ള, പക്ഷെ അതൊക്കെ ആ പോപ്പുലേഷനെയൊക്കെ വളരെ ഫിക്സ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അവിടെ മാത്രമേ കീറ്റോ ഡയറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കീറ്റോ ഡയറ്റിനും അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഫണ്ടമെന്റലി ഭക്ഷണം എന്ന് പറയുന്ന കാര്യത്തിന്റെ കോമ്പോസിഷനെ നമ്മൾ വളരെ അധികം മനസ്സിലാക്കണം. നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പം ഞാനൊരു പ്ലേറ്റ് എടുത്താൽ ഇതിൽ എന്തൊക്കെയാണ് അന്നജം, എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട് അല്ലെങ്കിൽ മാംസ്യമുണ്ട്, എത്രത്തോളം ഫാറ്റ് കമ്പോണൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കൂ. അപ്പം നമ്മൾക്ക് എത്ര എനർജി റിക്വയർമെൻറ്റ് ഉണ്ട് എന്ന് ഏകദേശം നമുക്ക് നമ്മുടെ ആക്ടിവിറ്റിയും നമ്മുടെ സൈസൊക്കെ വെച്ചിട്ട് നമ്മുടെ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ ഗ്രൂപ്പിന് ഫിക്സ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ കോമ്പോസിഷനിലാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളത് ഒരു സജഷൻ അവിടെ ഉണ്ടാവും. ഇതിൽ തന്നെ നമ്മളുടെ ബവൽ ആക്ടിവിറ്റീസ്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഭക്ഷണത്തിനെ.
അപ്പോൾ അതിലൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ നമ്മുടെ നടൻ മമ്മൂട്ടിയുടെ ഒരു അപ്രോച്ചാണ്. എല്ലാം ഇഷ്ടമാണ്, എല്ലാം കഴിക്കും, പക്ഷെ മോഡറേഷനിലാണ്. റൈറ്റ്. അപ്പോൾ ലഡു കഴിക്കണ്ട എന്ന് ഒരു ഡോക്ടറും പറയുന്നില്ല. ലഡു നിങ്ങൾ ടേസ്റ്റിന് കഴിച്ചോളൂ, പക്ഷേ ലഡു കഴിച്ചാൽ അപ്പുറത്ത് ചിലപ്പോൾ അരക്കൈയിൽ ചോറ് നഷ്ടമാകും. അപ്പൊ ഈ കോൺസെപ്റ്റാണ് നമുക്ക് മനുഷ്യന് വേണ്ടത്. ആൻഡ് ഇതിൽ ഞാൻ വളരെയധികം ഒരു പ്രാക്ടീസിങ് ക്ലിനീഷ്യൻ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ രോഗികളോട് സംസാരിക്കാറ്, നിങ്ങൾ ഇതിലൊരു അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട് വിചാരിക്കാം. നിങ്ങൾക്ക് ചായ കുടിച്ചേ പറ്റൂ, സ്വീറ്റ്സ് കഴിച്ചേ പറ്റൂ, നിങ്ങൾക്ക് എപ്പോഴും വയറ് നിറച്ചു പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾ ആദ്യം ഈ അഡിക്ഷനെ അഡ്രസ്സ് ചെയ്യണം. ഈ അഡിക്ഷനെ അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇവിടെ നമ്മൾ നമ്മുടെ തലച്ചോറിനെ മാനേജ് ചെയ്യണം, നമ്മുടെ വയറിനെ മാനേജ് ചെയ്യണം, നമ്മുടെ ഓവറോൾ എന്താ പറയുക ജീവിതശൈലിനെ മാനേജ് ചെയ്യണം. ഡോക്ടർ, അതിനോട് അനുബന്ധിച്ച വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഓവർനൈറ്റ് സോക്ഡ് ഓട്സ്, ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് നല്ലതാണോ കഴിക്കുന്നത്? ഓർ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ അങ്ങനെ ഓവർനൈറ്റ് സോക്ഡ് ഓട്സ് കഴിക്കുമ്പോഴത്തേക്കും? നമ്മളിത് ഫണ്ടമെന്റലി കാർബോഹൈഡ്രേറ്റ് സോഴ്സുകളെ കുറിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. നമ്മുടെ അന്നജത്തിന്റെ സോഴ്സുകൾ. അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അരിയായിരുന്നു. ഇപ്പൊ എവിടെയോ നമ്മൾക്ക് കേട്ടു എന്ത് ചോറുണ്ണാൻ പാടില്ല. ഇതാണ് നമ്മളുടെ ആദ്യത്തെ കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ എന്തിലേക്കൊക്കെ പോയി? ഓട്സിലേക്ക് പോയി, രാഗിയിലേക്ക് പോയി. മില്ലറ്റുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിന് എന്ത് പ്രിപ്പറേഷനാണ്. ഇപ്പോൾ റാഗി ആണെങ്കിലോ ഓട്സ് ആണെങ്കിലോ ദ മോർ യു പ്രോസസ് പെട്ടെന്ന് തന്നെ അബ്സോർപ്ഷൻ നടക്കുന്നു. GI കൂടുതലാണ്, ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ്. പിന്നെ നമ്മൾ തീർത്തും കഴിക്കാത്തൊരു സാധനത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ട്. അതായത് നമ്മുടെ വയറ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മാത്രമല്ല ദഹനത്തിന് ഉള്ളത്, നമ്മുടെ എൻസൈംസും ഉണ്ട്, ഒരു ട്രില്യൺസ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ നമ്മളുടെ മൈക്രോബയോം ഇതിനെ പറ്റുന്ന ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. ഇതൊന്നും മോശമല്ല. ഇതൊക്കെ മോഡറേഷൻ, എത്ര അളവിലാണ് കഴിക്കുന്നത്, ഇതിൽ എത്രത്തോളം ആഡഡ് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഒരു ബൗൾ ഓട്സേ ഉള്ളൂ, ഇതിൽ ഹണി ഒഴിച്ചു, ഇതിൽ ഫ്രൂട്ട്സ് ഇട്ടു, ഉറപ്പായും ഇതിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടി. നിങ്ങൾ എന്തിനാ ഇത് ചെയ്തേ? അത് അവിടുന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് മാറിപ്പോവുകയാണ്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് കോമ്പോസിഷൻ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഓവറോൾ ഫുഡിൽ എന്നുള്ള റെസ്ട്രിക്ഷൻ ആണ് കൊണ്ടുവരേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണ്? വളരെ ഫാസ്റ്റായിട്ട് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യാത്ത രീതിയിൽ ഭക്ഷണങ്ങളെ മാനേജ് ചെയ്യാം. കുറച്ചുകൂടി സ്ലോ GI ആയിട്ടുള്ള, അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ് പതുക്കെയുള്ള കാര്യങ്ങളെ കൊണ്ടുവരിക. ഇതാണ് നമ്മൾ ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. വളരെ കുറച്ച് കാര്യം മാത്രം നോക്കിയാൽ മതി. നമുക്ക് എത്ര എനർജി ആവശ്യമുണ്ടോ അതനുസരിച്ച് ഭക്ഷണം കഴിച്ചാൽ മതി. വാരി വെച്ച് കഴിക്കാണ്ടിരിക്കുക. കോമ്പോസിഷൻ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നുള്ള ബോധം നമുക്ക് തന്നെ വേണം. പിന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ്, ഇതിന് ഒരു പക്ഷേ കുറച്ചുകൂടെ എഫേർട്ട് ഇടേണ്ടി വരും. സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ എത്ര ഗ്ലൈസമിക് ഇൻഡെക്സ് ഉണ്ട്, അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ എന്നറിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം ഒരു പ്രശ്നമേ അല്ല. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.